പാളയം മാർക്കറ്റിലേക്കാണ്, അത് പുതിയ കലുത്താൻകടവ് മാർക്കറ്റിലേക്കാണ്. അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രതിഷേധത്തിനുള്ള സാധ്യതയെ കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നതിനിടെ വലിയ പ്രതിഷേധം വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ചിത്രം. നേരെ അങ്ങോട്ടേക്ക് പോകും. ഈ മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെയാണ് തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും ഒക്കെ പ്രതിഷേധം നടക്കുന്നത്. ഇതിനിടയിൽ അഭിവാദ്യം അർപ്പിച്ചുള്ള ജാഥയടക്കം നടക്കുന്നു. അതായത് ഒരു തലക്കൽ പാലുകാച്ചൽ, ഒരു തലക്കൽ പ്രതിഷേധം. അത് ഒരു കണക്കിൽ ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്തവരാണെന്ന് തോന്നുന്നു. കാരണം പാളയം ഒരുപാട് വർഷങ്ങളൊക്കെ ആയിട്ട് അവിടെ കഴിയുന്ന ആളുകൾ പറഞ്ഞത് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടായാലും ഇങ്ങോട്ട് വരില്ല എന്നായിരുന്നു. അപ്പൊ അതിനുള്ള പ്രതിഷേധം സലാം മുഹമ്മദ് അതിന്റെ വിശദാംശങ്ങൾ നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സലാം, ഈ പ്രതിഷേധിക്കുന്നവർ വ്യാപാരികളാണ്, അവരുടെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഒരു ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നു, അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ഈ പച്ചക്കറി പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിച്ച സർക്കാരിനുള്ള അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജാഥ നടക്കുന്നു. അങ്ങനെ രണ്ടും, പ്രതിഷേധവും അതോടൊപ്പം തന്നെ അഭിവാദ്യ പ്രകടനവും ഒരേ സമയത്താണ് ഇപ്പോൾ പാളയത്ത് നടക്കുന്നത്. പാളയത്തെ തൊഴിലാളികൾ പ്രധാനമായും പറയുന്നത് അവർക്ക് ഈ മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതോടുകൂടി അവരുടെ ജോലി സംരക്ഷണം ഉണ്ടാവുകയില്ല, അതോടൊപ്പം തന്നെ ഈ വാടക അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് ആശങ്കയുണ്ട്. കൂടാതെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ഇപ്പോൾ നിലവിൽ പാളയം മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കച്ചവടം കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം, ഇതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പ് അവർ ഉയർത്തിയതാണ്. ആ എതിർപ്പിന് പിന്നാലെ അവിടെ നിന്നും പോകില്ല, അതായത് പുതിയ കല്ലുത്താൻകടവിലെ ന്യൂ പാളയം മാർക്കറ്റിലേക്ക് അവർ മാറുകയില്ല എന്നുള്ളൊരു തീരുമാനം നേരത്തെ എടുത്തതാണ്. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ CITUവിന്റെയും മറ്റു വ്യാപാര വ്യവസായി സമിതിയുടെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള അഭിവാദ്യ പ്രകടനവും കോഴിക്കോട് പാളയം മാർക്കറ്റിന് സമീപത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് തന്നെ ഈ പ്രതിഷേധവും അതോടൊപ്പം തന്നെ അഭിവാദ്യ പ്രകടനവും നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ആ രീതിയിൽ ഒരു കലുഷിതമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ പാളയം മാർക്കറ്റിന് സമീപത്ത് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കല്ലുത്താൻകടവിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ന്യൂ പാളയം മാർക്കറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനിടയിലൊക്കെ അവർ വ്യാപാരികളൊക്കെ പറയുന്ന കാര്യം, പഴയ വാടക നിരക്കിൽ ഇവിടെ ലഭ്യമാകുമോ, പഴയ ഇടങ്ങളിലുള്ളതുപോലെ ഇവിടെ കച്ചവടം അത്രത്തോളം സാധ്യമാകുമോ എന്നുള്ള ആശങ്കകളൊക്കെയാണ്. അപ്പോൾ ഈ നിർമ്മാണം നടക്കുന്ന ഒരു വേളയിലും ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലേ? പ്രത്യേകിച്ച് പുതുക്കിയ വാടക നിരക്കടക്കം അംഗീകരിക്കാൻ കഴിയാത്തതാണോ പ്രശ്നം? തീർച്ചയായും ജിൽസി സൈഫോ, അത് തന്നെയാണ് പ്രശ്നം. ഇവർക്ക് പറയുന്നത് ഇവിടെ 160ഓളം കച്ചവടക്കാരാണ് പാളയത്തെ നിലവിലെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നത്. അതുപോലെ അനുബന്ധ തൊഴിലാളികളുണ്ട്, കാറ്ററിംഗ് തൊഴിലാളികളുണ്ട്. അവർക്കൊന്നും തന്നെ ഇപ്പോൾ മാറ്റി സ്ഥാപിച്ച സ്ഥലത്ത് അവർക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ അവർക്ക് സഹിക്കാവുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാടകയല്ല നിലവിലുള്ളത് എന്നുള്ള ഒരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് ഈ തൊഴിലാളികൾക്ക് എത്ര കാലം ഇവിടെ ജോലി ചെയ്യാനാകും, ആ രീതിയിലുള്ള ആശങ്ക കൂടി പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ തൊഴിലാളികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കാൻ കാരണം? ഇതിനെ എതിർക്കാൻ കാരണം പറഞ്ഞാൽ ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്യണ മേഖലയാണ് ഇത്. ഇതിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു മേഖലയിലാണ് ഇതിൻ്റെ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങളെ ഈ സബ്സെല്ല് പറഞ്ഞാൽ 30 ജില്ലാനും പണിക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ തൊഴിൽ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ സ്വകാര്യ മേഖലക്കും വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഇത് കൊടുത്തത്. നമ്മൾ മാറാൻ തയ്യാറല്ല. നമുക്ക് ഈ മേഖലയാണ് ആദ്യം പറഞ്ഞ് പച്ചക്കറി മേഖലയാണ് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു, ഇപ്പോൾ ഫ്രൂട്ട്സ് ആക്കി, പിന്നെ അനുബന്ധ മേഖല ആക്കി. അതാണ് ആ രീതിയിൽ അവർക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടില്ല, ഇവരുടെ ജോലി സംരക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ഉറപ്പ് കോർപ്പറേഷന്റെ ഭാഗത്ത് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ മാറാൻ തയ്യാറാകാത്തതെന്ന കാരണമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം തന്നെയാണ് തൊഴിലാളികളുടെ ഭാഗത്തുണ്ടാകുന്നത്. അല്പസമയം മുമ്പാണ് മനുഷ്യച്ചങ്ങല, അതായത് പാളയത്തു നിന്ന് ആരംഭിച്ച് ചിന്താവളപ്പ് വരെ നീളുന്ന ഒരു മനുഷ്യച്ചങ്ങലക്ക് തൊഴിലാളികൾ നേതൃത്വം കൊടുത്തത്. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കുന്ന കോർപ്പറേഷന്റെ മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിനെതിരെ തന്നെയാണ് ഇപ്പോഴും തൊഴിലാളികളുള്ളത്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പ്രതിഷേധം നടക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു കൂട്ടർ, അതായത് തൊഴിലാളികൾ തന്നെ വ്യാപാരി വ്യവസായി സമിതിയുടെയും അതുപോലെ CITUവിന്റെയും നേതൃത്വത്തിൽ ഈ പദ്ധതിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനവും അതുപോലെയുള്ള അഭിവാദ്യ ജാഥയും നമ്മൾ കണ്ടു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് കല്ലുത്താൻകടവിലെ ന്യൂ പാളയം മാർക്കറ്റ് സമുച്ചയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നടത്തും. അതിനു പിന്നാലെ ഇവിടെയുള്ള കച്ചവടക്കാർക്കൊക്കെ തന്നെ അങ്ങോട്ടേക്ക് മാറേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും. ഏതായാലും തൊഴിലാളികൾ വലിയ അമർഷത്തിലാണ്, വലിയ പ്രതിഷേധത്തിലാണ്. ഇവിടെ നിന്നും മാറാൻ അവർ തയ്യാറായിട്ടില്ല ഇതുവരെ. ഇനിയും വരും ദിവസങ്ങളിൽ ഇവിടെ തന്നെ കച്ചവടം നടത്തുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ബസ് സ്റ്റാൻഡ് രാഷ്ട്രീയമായി ചേരിതിരിഞ്ഞുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടിയാണോ ഇതിനകത്ത് നടക്കുന്നത്? CITUവിന് നിലവിൽ പ്രശ്നമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ STU INTUC തൊഴിലാളികളൊക്കെയാണോ ഇപ്പുറത്തുള്ളത്? CITU തൊഴിലാളികൾ തന്നെ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടോ?
സൈഫുദ്ദീൻ, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം CITUവിലെ ഒരു വിഭാഗം ഈ പ്രതിഷേധത്തിലും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മറ്റൊരു അഭിവാദ്യ പ്രകടനത്തിലും CITUവിന്റെ ആളുകളെ കാണാൻ കഴിഞ്ഞു. ഏതായാലും CITUവിനുള്ളിൽ ഇത് സംബന്ധിച്ചൊരു ചേരിതിരിവുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പാളയം പഴയ മാർക്കറ്റിലെ തൊഴിലാളികളൊക്കെ തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. അതിൽ CITU ഉണ്ട്, STU ഉണ്ട്, അതുപോലെ INTUC ഉണ്ട്, അതുപോലുള്ള എല്ലാ തൊഴിലാളി യൂണിയനുകളും അണിനിരതുകൊണ്ട് ഒരുമിച്ച് ഐക്യകണ്ഠേനയാണ് ഇപ്പോൾ ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ പരിപാടി, അതായത് കല്ലുത്താൻ കടവിലെ പുതിയ ന്യൂ മാർക്കറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്തും വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ ഉള്ള തൊഴിലാളികൾ. നേരത്തെയും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവർ സംഘടിപ്പിച്ചിരുന്നു. കോർപ്പറേഷനിലേക്ക് പ്രകടനമടക്കമുള്ള മാർച്ച് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഉദ്ഘാടന ദിവസവും ഈ അമർഷവും പ്രതിഷേധവും മറച്ചുവെക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഈ പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് സമുച്ചയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതേസമയം തന്നെ തൊഴിലാളികളുടെ പ്രതിഷേധം തുടരുകയും ചെയ്യും. സൈഫുദ്ദീൻ ജൽസി. യെസ് സലാം, അത് തന്നെയാണ്. അതായത് ഒരു വശത്ത് ഇപ്പോൾ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രിക്ക് എത്തുന്ന സമയത്താണ് അതിന്റെ ഒരു ശോഭ കെടുത്തിക്കൊണ്ടുള്ള ചില പ്രതിഷേധങ്ങൾ കൂടി. പക്ഷേ ഞാൻ പറയുന്ന സേഫ്, ഇത്ര വർഷമായിട്ട് ഇതിങ്ങനെ മാറ്റുന്നതുള്ള ചർച്ചകൾ നടക്കുന്നു. ഇനി മാറ്റാൻ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി. അപ്പൊ ഇതിനിടയിൽ ഒന്നും ഇവരുടെ പ്രശ്നത്തിന് ഒരു അതെ അതാണ് ഇത്രയും മിക്കബിളായിട്ടൊന്ന് പരിഹരിക്കാമായിരുന്നു. അതായത് പാളയത്ത് നമുക്കറിയാം ഒരു ട്രാഫിക് ബ്ലോക്ക് വലിയ രീതിയിലാണ്, ഒരു കുടുങ്ങിയ ഒരു സ്ഥലം പോലെയായി മാറിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു നവീകരണം വേണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് അവിടെ ജോലി ചെയ്യുന്ന, അവിടെ വരുമാനം കണ്ടെത്തുന്ന ആളുകളുടെ അവസ്ഥകളൊക്കെ കൂടി പരിഗണിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് വേണമായിരുന്നു. അതാണ് സലാം, ഇതിപ്പോ ഉദ്ഘാടന തീയതി നിശ്ചയിച്ചിട്ടും കുറെ നാളുകളായി. അപ്പോൾ ഈ ഉദ്ഘാടന ദിവസമുള്ള ഈ കല്ലുകടി പ്രതിഷേധമൊക്കെ മാറ്റിവെക്കാൻ, ഈ വ്യാപാരികളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ രമ്യമായ സമവായ ചർച്ചയൊന്നും ഇതുവരെ ഉണ്ടായില്ലേ? എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇന്നും ഈ രീതിയിൽ തുടരേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്? സൈഫുദ്ദീൻ ജൽസി, ഈ പാളയം മാർക്കറ്റിൽ 160-ലധികം കച്ചവടക്കാരാണ് നിലവിലുള്ളത്. അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ കച്ചവടം കുറയുമോ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമാണ്. കാരണം ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഈ മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ കച്ചവട സാധനങ്ങൾ, ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സ്ഥാപനങ്ങളിലേക്ക് കയറാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അത് മാറുമോ എന്നുള്ളൊരു ആശങ്കയാണ് പ്രധാനമായും അവർ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വാടക എന്ന് പറയുന്നത് ഒരു ചെറിയ വാടകയാണ്. ആ വാടകയ്ക്ക് കൂടുതൽ വാടക കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റിൽ ഉണ്ടാവുക എന്നുള്ളൊരു ആശങ്ക കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. കാരണം സ്വകാര്യ കമ്പനിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല. അതുപോലെ 35 കൊല്ലത്തേക്ക് സ്വകാര്യ കമ്പനിക്കാണ് ഇതിന്റെ നടത്തിപ്പും ഉള്ളത്. ആ ഒരു കരാർ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന വാടക നൽകിക്കൊണ്ട് അവിടെ ഒരു കച്ചവട സ്ഥാപനം തുടങ്ങാനോ, അതുപോലെ ഈ തെരുവോര കച്ചവടങ്ങൾ, നമുക്കറിയാം ഈ പാളയം മാർക്കറ്റിന് സമീപത്തൊക്കെ തന്നെ വലിയ രീതിയിൽ തെരുവോര കച്ചവടക്കാരുടെ ഒരു സാന്നിധ്യമുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ ഒരു കച്ചവടം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ളൊരു ആശങ്ക കൂടിയാണ് പങ്കുവെക്കുന്നത്. ഏതായാലും ഈ പാളയത്തെ തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പുതിയ ഈ പദ്ധതി വരുന്നതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് നേരത്തെയും രംഗത്തെത്തിയിരുന്നത്. അവരെ വിശ്വാസത്തിലെടുക്കാനോ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാനോ ഇതുവരെ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷൻ പലതവണ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ ഒരു ചർച്ചയോടും അല്ലെങ്കിൽ കോർപ്പറേഷൻ എടുക്കുന്ന തീരുമാനങ്ങളോടും ഇവർ അനുകൂലമായ ഒരു സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഉദ്ഘാടന ദിവസത്തെ പ്രതിഷേധത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് തന്നെയാണ് തൊഴിലാളി നേതാക്കളും അറിയിച്ചിട്ടുള്ളത്. ഇതിൽ എല്ലാ തൊഴിലാളി സംഘടനകളോടുമുണ്ട്. CITU ഉണ്ട്, STU ഉണ്ട്, INTUC ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ രജിസ്റ്റേർഡ് തൊഴിലാളി സംഘടനകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അതേസമയം തന്നെ കോർപ്പറേഷൻ ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്ന ഒരു കാര്യം, ഈ CITUവിൽ നിന്നും ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട് ഈ പദ്ധതിക്ക് അനുകൂലമായിക്കൊണ്ട് അവരെ എത്തിക്കുക, അതോടൊപ്പം തന്നെ അഭിവാദ്യ പ്രകടനങ്ങൾ നടത്തിക്കുക. ആ രീതിയിൽ ഈ പരിപാടിയിൽ CITU തൊഴിലാളികൾ അനുകൂലമാണെന്ന തരത്തിലൊരു പ്രതീതി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതുപോലെ കാര്യം വേഗത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആശങ്കയാണ്.